മുസ്ലിമുകളുണ്ട് ജാഗ്രതയിൽ. ഈ വാക്കിന്ന് എനിക്ക് ലഭിച്ചത് ബഹുമാന്യനായ നിഷാന്ത് റാവുത്തർ മീഡിയ വൺ ന്യൂസ് ഔട്ട് ഓഫ് ഫോക്കസ് പ്രോഗ്രാമിൽ ഇവർ ചർച്ച ചെയ്യുന്നത് MEC7 എന്ന വ്യായാമ സംഘടനയെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CPM-ന്റെ പി മോഹനൻ മാസ്റ്റർ അതിലൊരു ആശങ്ക രേഖപ്പെടുത്തി. കാരണം ഇത് നയിക്കുന്നത് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ നയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുമ്പത്തെ അംഗങ്ങളാണ്. അതിൻ്റെ പേരിലാണ് ജാഗ്രത വേണമെന്ന് മോഹനൻ മാസ്റ്റർ പറഞ്ഞത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്നും അതിൻ്റെ ഒരു ആർജവം ഉൾക്കൊള്ളണം. മുൻകാലങ്ങളിൽ സിമി, PFI പോലെയുള്ള സംഘടനകൾ കനകമല, വാഗമൺ പോലെയുള്ള പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കളെ വെട്ടി ട്രെയിനിങ് നടത്തിയിരുന്നു. അവർ തെരുവ് നായ്ക്കളെ വെട്ടി ട്രെയിനിങ് നടത്തിയിരുന്നത് പിന്നീട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് വാഗമണിലും കനകമലയിലും എല്ലാം നടന്നത് എന്ന് പിന്നീട് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ലോ എൻഫോഴ്സ്മെൻറ്റും നമ്മളോട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ളവർ നമ്മളെ അറിയിച്ചിരുന്നു. ഇതിൻ്റെ പേരിലാണ് ജാഗ്രത വേണം എന്ന് പറയുന്നത്. അവർ വീണ്ടും സംഘടിക്കും. അത് MEC7 ആണോ എന്ന് ഉള്ള സംശയമാണ് മോഹനൻ മാസ്റ്റർ ഇതിലൂടെ പ്രതിപാദിച്ചത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷം ഇതിൽ നിന്നും മാറിപ്പോകുന്നു, ഇസ്ലാമിൽ നിന്നും മാറിപ്പോകുന്ന ഒരവസ്ഥ. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും P ജയരാജൻ പറഞ്ഞതും നമ്മുടെ മനസ്സിലുണ്ട്. ഇതോടൊപ്പം തന്നെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പലതരത്തിലുള്ള കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലുമുള്ള മുഖ്യമന്ത്രിമാർ പല കാലഘട്ടങ്ങളിലും ഈ സമുദായത്തെക്കുറിച്ച് കേരളത്തോട് വാണിംഗ് നൽകിയിട്ടുണ്ട്. ആന്റണി മാറാട് കലാപത്തിന് ശേഷം VS അച്യുതാനന്ദൻ ലവ് ജിഹാദിനെ പറ്റി, ഉമ്മൻചാണ്ടി 259, അതായത് ആ ഒരു സമുദായത്തിലുള്ള വലിയ നേതാക്കളെയും ചെറിയ നേതാക്കളെയും അടക്കം ട്രാക്ക് ചെയ്ത് അവരുടെ ഇമെയിലുകളും ഫോണുകളും ചോർത്തി വിശകലനം നടത്തിയിരുന്നു. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ജാഗ്രത. അപ്പോൾ നിഷാന്ത് റാവുത്തർ അത് ഒരു കാര്യമായിട്ട് വയ്ക്കുക. രണ്ടാമത് കാസയെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. കാസ ചെന്ന് അപ്പുറയുള്ള വ്യക്തികളോട് പറയുന്നു, നിങ്ങളുടെ പെൺകുട്ടികളെ സൂക്ഷിക്കണം, അത് ഭക്ഷണ രീതി സൂക്ഷിക്കണം, മുസ്ലിമുകൾ ജാഗ്രതയായി. കാസ പറയാനുള്ള സാഹചര്യം സോണിയ സെബാസ്റ്റ്യനുള്ള പേരിലുണ്ട്. അതിനെപ്പറ്റി മുഴുവനായിട്ട് ഞാൻ ഇന്ന് പറയുന്നില്ല. കാരണം VS അച്യുതാനന്ദൻ സൂചിപ്പിച്ച പോലെ ചെറിയ പെൺകുട്ടികളെ 16, 17, 18 വയസ്സായ പെൺകുട്ടികളെ പ്രേമമെന്നും പ്രണയമെന്നും പറഞ്ഞ് ലവ് ജിഹാദ് വഴി പറ്റിക്കുന്നു എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി പല രൂപതകൾ, താമരശ്ശേരി, തലശ്ശേരി, അങ്ങനെയുള്ള പല രൂപതകളും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇതിൽ തന്നെ രൂപതകളിൽ തന്നെ അവരുടെ ഇത് ഹൈന്ദവ വിഭാഗങ്ങളിലും സ്ത്രീകൾ പെൺകുട്ടികൾ വന്നിരുന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇവരോട്. 250 എണ്ണെങ്കിലും വടക്ക് ഭാഗത്തു നിന്ന് ഒരു രൂപതയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ പറയുന്നു ഇവർ ചതിച്ചു, അതിനെപ്പറ്റി സംഘടിതമായിട്ടാണ് ഈ പ്രവൃത്തികൾ നടക്കുന്നത്, ഇത് ഒറ്റപ്പെട്ടതല്ല എന്ന്. അതുകൊണ്ടാണ് കാസ ജാഗ്രത എന്ന് പറയുന്നത്. പിന്നെ ഭക്ഷണ രീതിയെ പറ്റിയാണ് കാസ ഒരു ജാഗ്രത പറഞ്ഞത്. കാരണം മറ്റു ദേവന്മാർക്ക് പൂജിച്ചത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ തിന്നേണ്ട ആവശ്യമില്ല എന്നാണ് കാസ പറഞ്ഞത്. അവർ തീവ്രവാദത്തിന് ആഹ്വാനം കൊടുത്തിട്ടില്ല, അവരുടെ സമൂഹത്തിന് ഒരു ജാഗ്രത മാത്രമാണ് നൽകിയിരുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നും. അതുകൊണ്ട് എന്താണ് പ്രശ്നം നിഷാന്ത് റാവുത്തർ? താങ്കളിപ്പോൾ ലവ് ജിഹാദിനെ പറ്റി പറയുമ്പോൾ സോണിയ സെബാസ്റ്റ്യൻ എന്നുള്ള പേര് താങ്കൾ നോക്കൂ, ആ പെൺകുട്ടിക്ക് പറ്റിയത്. അതുപോലെ എത്രയോ അധികം ഇതുകൾ. ഒരു മാളു മുതലാളി പറഞ്ഞു സോണിയ സെബാസ്റ്റ്യനെ തിരിച്ചു കൊണ്ടുവരും, അതല്ലെങ്കിൽ യമൻ ജയിലിൽ കിടക്കുന്ന അത്തരത്തിലുള്ള സ്ത്രീകളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നാളിതുവരെയായിട്ട് യാതൊരുവിധ നീക്കങ്ങളും അതിന് നടന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ചർച്ച നടത്തിയത് സംബാൽ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയതിൻ്റെ നന്ദി സൂചകമായിട്ട് ഒരു പാലസ്തീൻ്റെ ബാഗ്, വളരെ മോശമായിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരു അവർക്ക് വോട്ട് ചെയ്തവർക്ക് പോലും ഒരു മോശമായിട്ടുള്ള രീതിയിലാണ് ഒരു പാലസ്തീൻ്റെ ബാഗും പിടിച്ച് അവർ വന്നത്. ആ പാലസ്തീൻ്റെ ബാഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം എന്ന് പറയുമ്പോൾ സിൻവാർ 1200 ആൾക്കാരെ കൊന്നതിന് ഇസ്രായേൽ ഇപ്പുറത്തേക്ക് വന്ന് 46,000 ആൾക്കാരെ കൊന്നു. കൊല്ലാൻ വെറുതെ കൊന്നതല്ല, സിൻവാർ വെറുതെ പോയി കൊന്നതാണ്. കാരണം അവൻ്റെ മതത്തിലുള്ള സിൻവാർ എന്ന തീവ്രവാദി, യഹിയ സിൻവാർ എന്ന തീവ്രവാദി കൊന്നത് അദ്ദേഹത്തിൻ്റെ മതത്തിലല്ലാത്തത് കൊണ്ടും ജൂതന്മാരായതുകൊണ്ടാണ്. അപ്പുറത്തുനിന്ന് വന്നത് ഈ കൊന്നതിനും ഇവർ പിടിച്ചുകൊണ്ടുവന്നവർക്കുള്ള ഇതായിട്ട് അവരെ അന്വേഷിച്ച് വന്നവരാണ് ജൂതന്മാർ. അതുപോലെ തന്നെയാണ് ഈ സംബാൽ വിഷയത്തിൽ
രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും സംഭാലിൽ പോകാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അന്നാളിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവർ പോയി കഴിഞ്ഞാൽ കുരുതി കൊടുക്കാനും യോഗി ആദിത്യനാഥിനെ അടുത്ത ഇന്ത്യയുടെ മുഖ്യമന്ത്രിയാക്കാനും വേണ്ടിയാണ് രാഹുൽ ഗാന്ധി സംഭാലി പോകുന്നത്. കുറേ മുസ്ലിം യുവാക്കളെ കുരുതി കൊടുക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു സ്ത്രീ ഇന്നലെ ഘോരം ഇതിനെപ്പറ്റി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. മുസ്ലിം യുവാക്കൾ ശക്തിയുള്ളവരാണ്, അവർ തളരില്ല. ആ സ്ത്രീയോട് എനിക്ക് ചോദിക്കാൻ, നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് ആ സ്ത്രീ, ഇപ്പോൾ ഈ പ്രത്യേക സമുദായത്തിൽ പെട്ട സ്ത്രീയാണ്. ഇവർ വാദിക്കുന്നത് മുഴുവനും ഇടത് ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രതിനിധി പോലെയാണ് അവർ വാദിക്കുന്നത്. അവർ ശിവലിംഗത്തെ അവഹേളിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതാണോ ഒരു ബഹുമാനപൂർവ്വം? ഇത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ വഴി എക്സ് മുസ്ലിമുകൾ കൂടുതൽ ഉണ്ടാകുകയേ ഉള്ളൂ. അതായത് ഈ സ്ത്രീ കൂടുതൽ സംസാരിക്കും തോറും മുസ്ലിമുകൾ കുറയുകയും എക്സ് മുസ്ലിംസ് കൂടുകയും ചെയ്യും. കാരണം ആശയ ദാരിദ്ര്യമാണ് ഈ സ്ത്രീയുടെ വിഷയം. കാരണം നിങ്ങളുടെ സമുദായത്തിൽ പൊള്ളയാണ്, ഇതിലൊന്നുമില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് വളരെ വൃത്തികെട്ട ഭാഷയിൽ തെറി പറയുന്നത്. അത് ഇപ്പോൾ അജിംസ് പറഞ്ഞ പോതിരി തെറി പറയുന്നവരിൽ കൂടുതലും നിങ്ങളുടെ സമുദായത്തിലുള്ളവരാണ്. വെറുതെ എടുത്ത് ഏതെങ്കിലും സാമൂഹ്യ മാധ്യമം തുറന്നു വെച്ചാൽ കാണാം. കാരണം ഇവർ ഒറ്റപ്പെട്ടു പോയി, ഇവർക്ക് ആശയങ്ങളൊന്നുമില്ല. കുറേ ആൾക്കാർ വിട്ടുപോകുന്നു, എക്സ് മുസ്ലിംസ് ആവുന്നു. കുറേ ആൾക്കാർ തെറിയൊക്കെ പറഞ്ഞ് ഒരു ഇത് നേടുന്നു, ശാന്തിയും സമാധാനവും നേടുന്നു. ഇനി ഈ പറഞ്ഞ സ്ത്രീ പറയുന്നത് 26% പവർ ഗ്രൂപ്പ് വിചാരിച്ചാൽ കേരളത്തിൽ എന്തും സംഭവിക്കും, ബാക്കി ഹിന്ദു ക്രിസ്ത്യാനികളൊന്നും ഒരിക്കലും സംഘടിക്കില്ല, അവർ വ്യവസായമായും വാണിജ്യമായിട്ടും ഞങ്ങൾ വെട്ടിപ്പിടിച്ച് നേടുമെന്നാണ് ഈ സ്ത്രീ ഘോരം പ്രസംഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുമെന്നുള്ളത് നിഷാന്ത് റാവുത്തറും അജിംസൊക്കെ കരുതിയിരിക്കണം. കാരണം ഈ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും ഈ സ്ത്രീയുടെ യൂട്യൂബ് വീഡിയോസൊക്കെ. പിന്നെ പ്രിയങ്ക ഗാന്ധിയിലേക്ക് തിരിച്ചു വരുമ്പോൾ, അവരോട് നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ചോദിച്ചത് 91 ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ നരസിംഹറാവു ആണ്, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാണ് ഇരിക്കുന്നത്. പിന്നെ ഗുജറാത്ത് കലാപത്തിൽ 10 വർഷം ഭരിച്ചത് മൻമോഹൻ സിംഗ് കോൺഗ്രസിന്റെ ആണ്. അപ്പോൾ ആരാണ് ഇതിനൊക്കെ ഇത് ചെയ്ത് തന്നിട്ട് എന്ത് അർത്ഥത്തിലാണ് ഈ പ്രിയങ്ക ഗാന്ധി വളരെ ഒരു ഇതില്ലാത്ത രീതിയിൽ ഈ ബാഗ് വിട്ട് നടക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഒളിച്ചോടി വന്നവരാണ് പ്രിയങ്ക ഗാന്ധി. ഇന്ദിരയുടെ മൂക്കും കണ്ണും ഒക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. അവർ 41% മുസ്ലിം വോട്ടുള്ള വയനാട് വന്നത് പേടിച്ച് ഭയന്ന് ജയിക്കാൻ വേണ്ടിയാണ്. തന്നെയല്ല, അവിടെ ഉള്ള ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകളെ ഭിന്നിപ്പിച്ച് അവർ 4 ലക്ഷം വോട്ടിന് അവിടെ ജയിച്ചു. അവർ ധൈര്യം കാണിക്കേണ്ടത് വടക്കേന്ത്യയിൽ നിന്ന് കാണിക്കണം. ആ ധൈര്യം അവരുടെ ആശയങ്ങൾ അവിടെ കാണിക്കണം. അപ്പം ഇതൊക്കെയാണ് ഇത് മുസ്ലിം ജാഗ്രത എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചരിത്രത്തിൽ നിന്നും ഇഴകീറി പരിശോധിക്കുമ്പോൾ ഉള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വീണ്ടും പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ഇത് പച്ചവെള്ളമാണോ മെക്സവൻ എന്നുള്ളത് ഭരണതലത്തിലിരിക്കുന്ന മോഹനൻ മാസ്റ്റർ തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു പ്രത്യേക സമുദായത്തോട് ഹിന്ദുവും ക്രിസ്ത്യാനിയും കാസയും ഒക്കെ ജാഗ്രത പുലർത്തുന്നത് അവരുടെ മുൻ വെളിച്ചത്തിൻ്റെ മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നിഷാന്ത് റാവുത്തറും മീഡിയ വണ്ണും അജിംസും എല്ലാവരും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.